മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആർക്ക് ഉപയോഗപ്പെടും എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഇരയുടെ അല്ലെങ്കിൽ ഒരു വേട്ടയാടപ്പെടുന്ന ഒരാളുടെ പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം പൊളിഞ്ഞുപോയി ഇപ്പോൾ. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അറസ്റ്റ് ചെയ്യാതെ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായ പരാതി നൽകുന്ന ഇടതുപക്ഷവും BJPയും എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടെങ്കിൽ പോലും ആ പെൺകുട്ടിയുടെ ശബ്ദരേഖയടക്കം പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി അതിലധികം തൊടാതിരിക്കുന്നതാണ് കോൺഗ്രസിന് നല്ലത്. കാരണം കോൺഗ്രസ് പുറത്താക്കിയ ആളാണ്, അയാൾ ചെയ്ത ക്രൈമാണ്. അതുകൊണ്ട് അതിന്മേൽ കൂടുതൽ വാദത്തിനോ പ്രതിവാദത്തിനോ പോകാതെ സ്വർണ്ണപ്പാളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും എന്തായാലും UDFന് ഗുണം ചെയ്യുക. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ ഇപ്പോൾ പോളിംഗ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഇത്രയും ജില്ലകളിൽ UDFന് വലിയ പ്രതീക്ഷയുള്ള ഇടങ്ങൾ എന്ന് പറയുന്നത് ഈ മധ്യകേരളം അടങ്ങുന്ന ആ ഒരു ഏരിയയാണ്. പിന്നെ വടക്കോട്ടുള്ളത് ലീഗ് നോക്കിക്കോളും. അത് ആ ഒരു ആത്മവിശ്വാസവും അവിടെയുണ്ട്. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ അടക്കം ഇത്തവണ പിടിച്ചു നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെയുണ്ട്. പക്ഷേ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അതും വലിയ പ്രശ്നമാകും. കാരണം K. സുധാകരൻ മാറിയതിന് ശേഷമുള്ള ഇക്വേഷൻസ് അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും. കാരണം K. സുധാകരൻ ഉള്ളപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഹോൾഡ് ചെയ്യുന്നത് പോലെ ഇനി ഹോൾഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെടാൻ പോകുന്ന കാര്യമാണ്. എന്തായാലും ഈ ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് നമ്മൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം ഈ 2 ജില്ലകളിലും ഇടതുപക്ഷത്തിന് വലിയ ആത്മവിശ്വാസമാണ്. അതേസമയം പത്തനംതിട്ടയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. കാരണം പത്തനംതിട്ടയിൽ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നു. മാത്രമല്ല അയ്യപ്പ സംഗമം നടത്തിയതും പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്.